ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞല്ലേ? അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? കൈനീട്ടം, അല്ലെങ്കിൽ കണി കാണൽ, അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കൽ. സോ പടക്കം പൊട്ടിക്കൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അല്ലേ? അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള വല്ല ഇൻസിഡൻസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് വളരെ വിയേർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ. സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതിൽ ആൾ പറഞ്ഞ ഓപ്ഷൻ കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് മിസ്സാവാതെ നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി വരും. ഓക്കെ, സോ വൈകാതെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റത്തെ വീഡിയോ. അവൻ ഇപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട, അപ്പുറത്ത് വീണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അവൻ മേലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയാനൊന്നുമില്ല. ശരി, അടുത്ത് നോക്കാം. കഴിഞ്ഞു, അതന്നെ, ചോരി മുടിഞ്ച്. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ച്? ഇത് ഏതാ സ്ഥലം? 1000 മുഖത്ത് കളി കൊണ്ട് വന്നോ. ശരി, അടുത്ത്. ഒന്നാമത് അമിട്ടൊക്കെ പൊട്ടുന്ന സമയത്ത് കയ്യിലെടുത്ത് അവൻ മറ്റേ തലയിൽ തന്നെ പൊട്ടണം വേണ്ടിയൊക്കെ. ശരി, അടുത്ത്. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറ്. നന്നായി കിട്ടിയിട്ടാ. കൈ ചോര വന്നല്ലോ. പാവൻ ചെക്കൻ. ഇതൊക്കെ കൈ വെച്ച് പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഒന്നും പറയാനില്ല, ഒക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്ത് അവനവന് നല്ലത്. ശരി, അടുത്തത്. അടുത്തവൻ്റെ ആഭ്യാസം സിഗരറ്റ് കൊണ്ട്. ശരി, നോക്കാം. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? തന്നെ വേണം. പിന്നെ കടന്നവന്റെ വലിയ അയ്യോ, പാവണ്ടാ, പാവം നോക്കുക, പാവം. പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ എന്തിനാടാ ഈ നായ്ക്കളിനെയൊക്കെ അവിടെ കൊണ്ട് നിർത്തുന്നത്? ശരി, അടുത്ത്. നന്നായി കിട്ടി. കുറച്ച് ചിത്രശലഭങ്ങൾ തുമ്പികളും എന്റെ കാലൊക്കെ തളർന്നില്ലാതാവണ പോലെ എനിക്ക് തോന്നി. നന്നായി കിട്ടി. മോന്തയ്ക്ക് തന്നെ കിട്ടി. ഓ, ഇവര് മറ്റേ മിസൈല് പോലെ ട്രൈ ചെയ്യാണ് കേട്ടാ. ദാമേ മിസൈൽ വിടാൻ പോണോ ഇപ്പോൾ? പൊട്ടു.
പൊട്ട്. ആ. പൊട്ടി. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എടാ ഇവനൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് ഓർമ്മയില്ല. അല്ല യുദ്ധം ചെയ്യാൻ പോണ നിന്നാണ് അവൻ. ആ അടുത്ത അഭ്യാസം ആയിക്കോ. എന്താ സംഭവിക്കണമെന്ന് എനിക്കൊന്ന് കാണണം. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഒന്നും പറയാനില്ല. ഞാനിത് വിശ്വസിക്കാം. വായിലിട്ടാ. ആ എന്നിട്ട് വായി പൊട്ടി തെറിക്കോ നോക്കാം. ഹീസ് നോട്ട് എ ഹ്യൂമൻ. അടുത്തത് ഈ റോക്കറ്റ് എപ്പോഴെന്നെ പോയ പോലെ തിരിച്ചു വരും. ഭയങ്കര റിസ്ക് ഉള്ള ഒരു സാധനമാണ് ഈ റോക്കറ്റ് എന്ന് പറയുന്നത് കേട്ടാ. അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ റോക്കറ്റ് ശരിയില്ല. ഇതെങ്ങനെ പോയാലും നമുക്കേ വരുള്ളൂ. ബൂമറാങ് മാതിരിയാണിത്. ശരി അടുത്ത് നോക്കാം. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. മുടിച്ചു വിട്ടിട്ട് പോകെ പാവട്ടെ. അവര് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ്റേ എന്താ പറയാ കിറ്റിലൊക്കെ കൊണ്ടുവന്നാണ്. ഒക്കെ കൂടി ഒറ്റയടിക്ക് പൊട്ടിച്ചു. പാവം. പന്ന നായും കിടാങ്ങളെ പിതാക്കന്മാരില്ലാതെ ജനിച്ച വൃത്തികെട്ട പുത്രന്മാരെ. പാവം. തേങ്ങയ്ക്ക് വീഴാൻ കണ്ട സമയം. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വിധി നിർണയിക്കുന്നത്. നേരുന്നു. ശുഭദിനം. ഓക്കെ, നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. ഓക്കെ, സോ ശുഭദിനം. അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ആശയുടെ ആഗ്രഹമൊന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങ പെട്ട പാടൊക്കെ മോളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്.